എനിക്ക് പ്രശ്നം വന്നത് ഈ 15 ഡേയ്സിൽ ഐ ഗോട്ട് മൈ പീരീഡ്. 6 to 7 hours ഡ്യൂട്ടിയിൽ എനിക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ PPE കിറ്റിനുള്ളിലാണല്ലോ അല്ലേ? നമ്മൾ ഈ PPE കിറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ 6 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് വാഷ്റൂം ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല. ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു. ഇപ്പോഴും ആസ് എൻ ഓൺടർപ്രണർ നമുക്ക് ഒരാൾക്കുള്ള സൊല്യൂഷൻ, പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. മാർക്കറ്റ് പ്ലേസസ് ആദ്യമൊക്കെ ഒരു വൻ പരാജയമായിരുന്നു. 2 മാസമായിട്ട് ഒരു സെയിലും ഇല്ല. നമ്മുടെ കപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ഡോക്ടർ ഡെവലപ്ഡ് മെൻസ്ട്രുവൽ കപ്പാണ്. ഒരു പാഡിൽ 4 പ്ലാസ്റ്റിക് ബാഗിന്റെ അത്രയും പ്ലാസ്റ്റിക് ഉണ്ട്. ഇതിന്റെ മുന്നിൽ 2 പാത്ത് ഉണ്ടായിരുന്നു. ഏതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ കമ്പനീനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാന്നുള്ളത്. അപ്പൊ ആസ് എ പേഴ്സൺ നമുക്കൊരു ക്ലാരിറ്റി വരുമല്ലോ. 2 പാത്ത് കറക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരാം. അങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. എനിക്കൊരു ഓൺടർപ്രണർ ആയാൽ മതി. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. എന്നാൽ ഡോക്ടറായ കഥ പറയാനല്ല അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. ഒരു ഡോക്ടറിൽ നിന്നും ഒരു ഓൺട്രപ്രണറായി വളർന്ന ഒരു വലിയ സ്റ്റോറി പറയാനാണ്. നമുക്ക് കസ്തൂരിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം കസ്തൂരി സ്പാർക്കിന്റെ സീറ്റിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട് ഒരു ഡോക്ടറെ ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചതിൽ. അതിനേക്കാൾ ഉപരി ഇന്ന് കേരളത്തിൽ നിന്ന് വളർന്നു വന്നിരിക്കുന്ന എണ്ണം പറഞ്ഞ കുറച്ചധികം ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡായി കസ്തൂരിയുടെ ബ്രാൻഡ് വളർന്നു വരുന്നതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കസ്തൂരിയുടെ നാട് എവിടെയാണ്? നാട് വർക്കലയാണ്. ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിലാണ്. എല്ലാവർക്കും അറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ക്ലിഫൊക്കെ ഉള്ള ഒരു വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താ പഠിച്ചതൊക്കെ? മീൻസ് ഡോക്ടറാണെന്നറിയാം. എവിടെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് കർണാടകയിലാണ്. കർണാടക SSIMS RC എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. ആൻഡ് ഐ ഡിഡ് മൈ ഇന്റേൺഷിപ്പ് ഇൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഓക്കെ. ഡോക്ടർ ആവണമെന്നായിരുന്നു കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹം, അതോ എല്ലാ പേരൻസിന്റെ ആഗ്രഹം പോലെ ഡോക്ടർ ആയതാണോ? ഞാൻ ഒരു ടിപ്പിക്കൽ മല്ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അവിടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. എൻ്റെ പാരൻസിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആവുന്നത്. എസ്പെഷ്യലി മൈ മോം ആൻഡ് എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പാതയിലോട്ട് തന്നെ പോയി ഡോക്ടറായി. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. യെസ്. ഇന്റേൺഷിപ്പിനാണ് GH വരുന്നത്. എത്ര നാളായിരുന്നു ഇന്റേൺഷിപ്പ്? 1 year ആയിരുന്നു. ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ഐ ഡിഡ് മൈ ഇന്റേൺഷിപ്പ് ഇൻ 2020. കോവിഡിന്റെ പീക്ക് കോവിഡ് ആയിരുന്നു. എവ്രിവൺ വാസ് ക്രേസി അബൌട്ട് സ്റ്റാർട്ടിങ് എ ബിസിനസ്. അതെന്റെ തലയിലും പിടിച്ചു എന്നാ തോന്നുന്നത്. അത് അടിപൊളി. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തോട്ട് വരുന്ന ആ സമയത്താണ്. എന്തായിരുന്നു അങ്ങനെ ഒരു തോട്ടിലേക്കുള്ള റീസൺ? ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ മാറി? ദ തിങ് വാസ്, എല്ലാവർക്കും അറിയാം കോവിഡ് 2020 എന്ന് പറയുന്നത് ലൈക്ക് ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് നല്ലൊരു ഹെക്റ്റിക് സമയമായിരുന്നു. ഡ്യൂട്ടീസ് ഒക്കെ കൂടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്കും വന്നു ഒരു 15 days കോവിഡ് ഡ്യൂട്ടി. അതിൽ 6 hours ആയിരുന്നു എനിക്ക് കോവിഡ് ഡ്യൂട്ടി ഉള്ളത് ഇൻ എ ഡേ. ആൻഡ് ഒരു 7 hours എടുക്കും ഡോണിങ് ആൻഡ് ഓഫിങ് എല്ലാം കൂടെ. അപ്പം ഐ വാസ് സ്കൂൾ വിത്ത് ഇറ്റ്. പക്ഷേ എനിക്ക് പ്രശ്നം വന്നത് ഈ 15 ഡേയ്സിൽ ഐ ഗോട്ട് മൈ പീരീഡ്. ആൻഡ് എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി പീരീഡ്സ് ആണ്. അത് മാത്രമല്ല എനിക്ക് എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റാഷസ് വരും. അപ്പം എനിക്ക് 4 hours കൂടുമ്പോൾ എന്നാലും ഞാൻ പാഡ്സ് ചേഞ്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ 6 to 7 hours ഡ്യൂട്ടിയിൽ എനിക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ PPE കിറ്റിനുള്ളിലാണല്ലോ അല്ലേ? നമ്മൾ ഈ PPE കിറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ 6 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാഷ്റൂം ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല. അത്രയും ഗ്യാപ്പ് പോലും കിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 hours നിങ്ങൾ അതിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഴി ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പം ഇതിൻ്റെ കൂടെ പീരീഡ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാണ്. അപ്പം ഞാൻ പാനിക്കായി. ബിക്കോസ് എനിക്ക് 4 hours വാഷ്റൂം ബ്രേക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല പാഡ് ചേഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. പുള്ളിക്കാരി ഡോക്ടറൊന്നും അല്ല, പക്ഷേ പുള്ളിക്കാരിയാണ് എനിക്ക് മെൻസ്ട്രുവൽ കപ്പ് സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഷീ സോ വീഡിയോ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. അതിലിങ്ങനെ ഒരു റാൻഡം പേഴ്സൺ ആ പുള്ളിക്കാരിയുടെ റിവ്യൂ പറയുന്നത് പോലെ കണ്ടിട്ട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലോ എന്ന്. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. കാരണം ബീയിങ് എ ഡോക്ടർ എനിക്ക് അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം ഒരു മെൻസ്ട്രുവൽ കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അങ്ങനൊരു ട്രെയിനിങ് മെഡിക്കൽ ഫീൽഡിലില്ല. ഇപ്പോഴും ടെക്സ്റ്റ് ബുക്സിൽ അധികം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി. അപ്പം ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു. പക്ഷേ അതിലൊന്നും സയൻറ്റിഫിക് നോളജ് ഇല്ല. കാരണം എല്ലാവരും റിവ്യൂസ് അല്ലേ അതിൽ പറയാം. പിന്നെ ഞാൻ കുറേ ബ്ലോഗ്സ് വായിച്ചു, കുറേ റിസർച്ച് പേപ്പേഴ്സ് വായിച്ചു.
എന്നിട്ട് അവസാനം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഗട്ട്സ് വേണം ഈ മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ അവസാനം ഐ ട്രൈഡ് മെൻസ്ട്രൽ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു കുറവ് അതായിരിക്കും. എനിക്കൊക്കെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഇതുവരെ പേടിയാണ്. ആ പേടി ഓവർകം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. തിങ്സ് എനിക്ക് ആദ്യം ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു മെൻസ്ട്രൽ കപ്പിനെ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാഡ് ബാക്കപ്പ് ആയിട്ട് യൂസ് ചെയ്തു ആൻഡ് ഐ യൂസ്ഡ് എ മെൻസ്ട്രൽ കപ്പ്. ബട്ട് ടു മൈ സർപ്രൈസ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെരി വെൽ. കാരണം ലീക്സ് ഇല്ല, ഒന്ന് കപ്പ് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. 6 hours ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്കതൊരു ഭയങ്കര ഒരു എന്താണ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഇത്രയും ഉപയോഗമുള്ളൊരു സാധനം. അത് മാത്രമല്ല ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും നമ്മൾ നോക്കണം. കാരണം നമ്മളൊക്കെ എന്താ വീട്ടിൽ ചെയ്യുക, ഞാൻ വർക്കലായിരുന്നപ്പോഴും എന്ന് വെച്ചാൽ ഇവിടെ ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റാക്ക് പിക്കേഴ്സ് അല്ലെങ്കിൽ ചേച്ചിമാർ വന്ന് പാഡ്സ് ഒക്കെ കളക്ട് ചെയ്യും. പക്ഷേ വർക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഗ്രാമപ്രദേശം പോലത്തെ, വർക്കലയ്ക്ക് ഉള്ളിലെ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താ പാഡ്സ് കത്തിച്ച് കളയും, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചു മൂടും. ഇവിടെ ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂർ വരുന്നത്. അപ്പോൾ അവിടെ പുതിയ ട്രഡീഷൻ ആയിരുന്നു. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ്സിനെ ആദ്യം കഴുകും, ബ്ലഡ് ഫുൾ റിമൂവ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കോറ് മാറ്റും, എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഡ്രൈ ചെയ്തിട്ട് പിന്നെ ബേൺ ചെയ്യും. ഇത് വലിയ പ്രോസസ്സാണ്. ഭയങ്കര ഒരു ഹെക്ടിക് പ്രോസസ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മെൻസ്ട്രൽ കപ്സ് എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ എല്ലാവർക്കും മെൻസ്ട്രൽ കപ്പ് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിലൊരു തോട്ട് പ്രോസസ്സ് വരുന്നില്ല ഒരു ബ്രാൻഡ് തുടങ്ങണം എന്ന്. ഞാൻ ആസ് എ ഡോക്ടർ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, എല്ലാവരും യൂസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ എല്ലാവർക്കും ഡയറക്ഷനും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീഡ്ബാക്സ് വരാൻ തുടങ്ങി. ഞാനല്ലേ സജസ്റ്റ് ചെയ്തത്. നമ്മൾ മലയാളി പെൺപിള്ളേർ അങ്ങനെ നമ്മൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ട നമ്മളത് യൂസ് ചെയ്യാൻ എല്ലാവരോടും പറയും. ഡ്രസ്സ് എടുത്താൽ പറയും ഇന്ന കണ്ട ഡ്രസ്സ് അടിപൊളിയാണ്, അവിടെ പോയി എടുത്താൽ നമുക്ക് അതിനെ കുറിച്ച് ടോക്കറ്റീവ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരം തന്നൊരു പ്രൊഡക്റ്റും കൂടെ ആകുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് എനിക്ക് ഫീഡ്ബാക്ക് വരാൻ തുടങ്ങി. കുറച്ച് നല്ല ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു, കുറച്ച് മോശം ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഒരു രാത്രി 11 മണി 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്, ഞാനാണ് സജസ്റ്റ് ചെയ്തത് മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യാൻ. ഷീസ് ഫ്രം കർണാടക. അപ്പോൾ പുള്ളിക്കാരി എന്നെ കോൾ ചെയ്തിട്ട് പറയാണ്, താനാണ് എനിക്ക് മെൻസ്ട്രൽ കപ്പ് സജസ്റ്റ് ചെയ്തത്, എനിക്കിപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീഡ്ബാക്കിന് എനിക്ക് ആദ്യം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കറക്റ്റ് ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഞാൻ ഇതിൽ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സ്ക്വാട്ട് ചെയ്യൂ, റിമൂവ് ചെയ്യൂ, സക്ഷൻ ബ്രേക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ റിമൂവ് ചെയ്തു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു 3-4 ഫീഡ്ബാക്ക് വന്നു. ഇങ്ങനെ 3-4 ഫീഡ്ബാക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ചിലപ്പോൾ ഇപ്പോൾ ടെക്നിക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്, പക്ഷേ ഇത് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോബ്ലം ആണോ എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പോയി. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമല്ലോ ഈ ഒരു പ്രോബ്ലം. അപ്പം ഞാനിത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഡിസ്കസ് ചെയ്ത ഒന്ന് എൻ്റെ ഹസ്ബൻഡിനോടാണ്, ഒന്ന് എൻ്റെ ബ്രദറിൽ. ബോത്ത് ഓഫ് ദം ആർ ഡോക്ടേഴ്സ്. ഒരാൾ ENT സർജനാണ്, ഒരാൾ യൂറോളജിസ്റ്റാണ്. നമ്മൾ ഇരുന്നിട്ട് ഇപ്പം കറൻ്റ്ലി നമുക്ക് ഇതിപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. കറൻ്റ്ലി ഉള്ള കപ്പിന് ഇന്ന് മാർക്കറ്റിലുള്ള കപ്സിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിൻ്റെ ടെയിൽ ഭയങ്കര സ്ലിപ്പറിയാണ്. നമ്മൾ പിടിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നില്ല ആ ടെയിൽ. അത് മാത്രമല്ല ഈ ടെയിൽ പോയിൻ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് കുറച്ച് പോയിൻ്റി ആയിട്ടിരിക്കുമ്പം നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ചിലർക്ക് ആ കപ്പിൻ്റെ ആ ടെയിൽ വെജൈനയിൽ ഫീൽ ചെയ്യുന്നത് പോലെ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത് പോലെ പറഞ്ഞു. പിന്നെ കുറേ പേര് ഫീഡ്ബാക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് ചിലർക്ക് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഇപ്പോൾ കപ്പിൻ്റെ കൺസിസ്റ്റൻസി ഹാർഡാണെന്നുണ്ടെങ്കിൽ അത് യൂറേത്രയിൽ പ്രസ് ചെയ്തിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഓപ്പൺ ആവില്ല, ഫോൾഡ് ആയിട്ടിരുന്നിട്ട് ലീക്സ് വരുന്നുണ്ട്. അപ്പം കുറേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിന് ആസ് ഡോക്ടേഴ്സ് നമുക്ക് ഇതിനെ കുറച്ച് അനാറ്റമിക്കൽ നോളജും മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ എന്താണെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആസ് ഡോക്ടേഴ്സ് നമുക്ക് ഇതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഇരുന്ന് പിന്നെ കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഓൺട്രപ്രണറിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കാരണം ഇത് എപ്പോഴും ആസ് എൻ ഓൺട്രപ്രണർ നമുക്ക് ഒരാൾക്കുള്ള പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പം നമുക്ക് പയ്യെ അതിൻ്റെ സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കപ്പ് കുറേ തപ്പിയിട്ട് ഒരു കപ്പ് നമുക്ക് കിട്ടി. ഈ കപ്പിൻ്റെ ടെയിലിൽ ഒരു നോബുണ്ട്. ഈ നോബ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവലിൻ്റെ സമയത്ത് ഈ സ്ലിപ്പ് ആവുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ നോബ് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് വെജൈനയിലോട്ട് കിട്ടുന്ന പ്രഷർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല.
പിന്നെ നമ്മൾ ഉറപ്പ് വരുത്തി നമ്മുടെ കപ്പ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ആണെന്നുള്ളത്. അത് നമ്മൾ ഒരു രീതിയിൽ ഈ ഹാർട്ട് സ്റ്റെൻറ്റിലൊക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ. അപ്പോൾ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസോ അലർജിയോ ഒന്നും ഉണ്ടാവില്ല. കെമിക്കലി ഇനേർട്ടാണ്. അപ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കപ്സ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ അല്ലായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വി മേഡ് ഷുവർ അവർ കപ്പ് ഇസ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ. അപ്പൊ അതായത് അപ്പൊ നിങ്ങൾ അപ്പത്തേക്ക് ഒരു കപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് കപ്പ് ഉണ്ടാക്കി, കപ്പ് കണ്ടുപിടിച്ചു ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈൻ ഉള്ള ഒരു കപ്പ് ഇന്ത്യയിൽ നിന്നും കിട്ടിയില്ല. നമുക്ക് ഈ ഡിസൈൻ കിട്ടിയത് പുറത്തുനിന്നാണ്. ഡിസൈൻ നമുക്ക് പുറത്തുനിന്ന് കിട്ടി. ട്രാവൽ ചെയ്തതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് ട്രാവൽ ചെയ്തില്ല, ബട്ട് വി റിസർച്ച് ലോട്ട് അബൌട്ട് ഇറ്റ്. നമുക്ക് അബ്രോഡ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇന്ത്യയിൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. അബ്രോഡ് നമുക്കൊരു ഡിസൈൻ കിട്ടി. ഇന്ത്യയിലൊന്നും മാനുഫാക്ചറേഴ്സിനെ കിട്ടിയില്ല, കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈനിങ്ങും ഇതൊന്നും നമുക്കറിയില്ല, മാർക്കറ്റിംഗ് നമുക്കറിയില്ല. നമ്മൾക്ക് ഡോക്ടേഴ്സ് ആണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ചൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. ബ്രാൻഡിന്റെ പേരിട്ടോ? പേരെന്തായിരുന്നു? സെൻസി കെയർ എന്നായിരുന്നു പേര്. കെയർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സുമായിട്ട് ഒരു ഇതുണ്ടല്ലോ, അപ്പൊ സെൻസി കെയർ എന്നായിരുന്നു അതിന്റെ പേര്. അങ്ങനെ നമ്മൾ കപ്സ് ഇനി നമ്മളിത് എങ്ങനെ നമ്മുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്താണ്, നമ്മളിത് ആൾക്കാരിലോട്ട് എത്തിക്കണമല്ലോ. അപ്പം ആസ് ഡോക്ടേഴ്സ് നമുക്ക് ആകെ അറിയാവുന്നത് ഫാർമ ചാനൽസ് ആണ്. നമ്മൾ കാണുന്ന മെഡിക്കൽ റെപ്സ്, ഫാർമസീസ്, മെഡിസിൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ലോകം. അപ്പോൾ ഫാർമ ചാനൽസ് ആയിരുന്നു നമുക്ക് ആദ്യം വന്ന ഐഡിയ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഡിസ്ട്രിബ്യൂഷൻ വഴി നമ്മൾ ഫാർമ ചാനൽസിലോട്ട് എത്തിച്ചു തുടങ്ങി. ഈ കപ്പിന് പയ്യെ മൊമെന്റം വന്നു തുടങ്ങി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് സെയിൽ ആകുന്നില്ല. അത് മാത്രമല്ല നമുക്ക് ഉദ്ദേശിച്ച രീതിയിലോട്ട് ബ്രാൻഡിങ്ങും വരുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ചെയ്യാനുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ബ്രാൻഡിങ് ഇല്ല എന്നുള്ള ആളുകൾ അറിയുന്നില്ല. സെയിൽ കുറവാണ്. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ പ്രശ്നങ്ങൾ. എല്ലാ ഓൺട്രപ്രണറും ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്ന സെയിം പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കി. ബിക്കോസ് നമുക്ക് മനസ്സിലായി ഇതിനെ ഒരു ബ്രാൻഡിലോട്ട് നമുക്ക് എത്തിക്കണം എന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് കൊണ്ടുവന്നു. പിന്നെ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ നന്നായിട്ട് ആക്റ്റീവായി തുടങ്ങി. പിന്നെ നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റ് പ്ലേസസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മുടെ വിചാരം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെയില് വരും എന്നുള്ളതായിരുന്നു. ഇപ്പൊ മറ്റേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എല്ലാ കപ്പും ഒറ്റയടിക്ക് തീരും എന്നുള്ളതായിരുന്നു നമ്മുടെ വിചാരം. പക്ഷെ അതൊന്നും മാർക്കറ്റ് പ്ലേസസ് ഒരു ആദ്യമൊക്കെ ഒരു വൻ പരാജയമായിരുന്നു. കാരണം നമ്മൾ ഒരു 2 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും 0 സെയിൽസ്. കാരണം നമ്മൾ വിസിബിൾ ആവണമല്ലോ. 2 മാസമായിട്ട് ഒരു സെയിലും ഇല്ല. 0 സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് അങ്ങോട്ട് ഗ്രോത്ത് വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർഡർ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ ഫസ്റ്റ് പേജിൽ വിസിബിൾ അല്ല, സെക്കൻഡ് പേജിൽ വിസിബിൾ അല്ല, തേർഡ് പേജിൽ വിസിബിൾ അല്ല, വിസിബിലിറ്റി ഒട്ടുമില്ല. റേറ്റിംഗ്സും റിവ്യൂസും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു, മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് പഠിച്ചു, വെബ്സൈറ്റിൽ തന്നെ SEO എന്താണെന്ന് പഠിച്ചു, പിന്നെ കീവേഡ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം, ആഡ്സ് എങ്ങനെ റൺ ചെയ്യണം, മാർക്കറ്റിംഗ്, കുറേ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എല്ലാം സ്വന്തമായിട്ട് പഠിക്കേണ്ടി വന്നു. കാരണം നമ്മൾ എടുത്ത എംപ്ലോയീസും ഫ്രഷേഴ്സ് ആയിരുന്നു. കാരണം നമുക്ക് അധികം നമ്മൾ ഫുൾ പ്രൊഡക്റ്റ് റിസർച്ചിലാണ് നമ്മുടെ ഫണ്ടിങ്ങും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ എംപ്ലോയീസ് ഒക്കെ കുറച്ച് ഫ്രഷേഴ്സിനെയാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അവരും പഠിച്ചു, നമ്മളും പഠിച്ചു. എന്നിട്ട് പയ്യെ ഡെവലപ്പ് ചെയ്ത് വന്നു. എന്നിട്ടൊരു 3 months 4 months ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മളിതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 30 cups per day എന്നുള്ള രീതിയിൽ 3 മാസം കൊണ്ട് ഒരു ദിവസം 30 കപ്പ് എന്നുള്ള രീതിയിലേക്ക് എത്തി. ഓക്കെ. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മാർക്കറ്റ് പ്ലേസിൽ കയറിയതിന് ശേഷം. അതിന് മുന്നേ നമ്മൾ ഫാർമ ചാനൽസ് ആയിരുന്നു. 30 cups per day. നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? ഏകദേശം. കാരണം ഇതിന് ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. നമ്മൾ ഡയറക്റ്റ്ലി കാണുന്നുണ്ട്. ഇപ്പോൾ ഫാർമ ചാനൽസ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ് കസ്റ്റമർ, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, അവരുടെ റേറ്റിംഗ് എന്താണ്, അവരുടെ സജഷൻസ് എന്താണ്, ഒന്നും നമുക്ക് ഡയറക്റ്റ്ലി അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ത്രൂ ദീസ് മാർക്കറ്റ് പ്ലേസസ് അല്ലെങ്കിൽ ഓൺ വെബ്സൈറ്റും ഇൻസ്റ്റഗ്രാമും ഒക്കെ വരുമ്പം അവർ തന്നെ അവരുടെ സജഷൻസ് നമുക്ക് വരാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ നമുക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഇത് ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇപ്പം ഉള്ള കപ്പിനെ പോലെ അല്ല, കുറച്ചും കൂടെ സേഫാണ്, അതുകൊണ്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ഡോക്ടർ ഡെവലപ്ഡ് മെൻസ്ട്രുവൽ കപ്പാണ്. അങ്ങനെ ഒരു അച്ചീവ്മെന്റ് അത് 3 ഡോക്ടേഴ്സ്, അത് കൂട്ടത്തിൽ ഒരു പെൺകുട്ടി.
അടിപൊളി. അങ്ങനെ ആൾക്കാർക്ക് ട്രസ്റ്റ് വന്നു തുടങ്ങി പയ്യെ പയ്യെ. അപ്പത്തേക്കും നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക തന്നെയാണോ? അതാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചില്ല നമുക്ക് ശരിക്കും 30 കപ്പ് വെച്ച് പോകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാക്ഷൻ വന്നപ്പം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി. അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രശ്നം. സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 months എടുക്കും ഈ സംഭവം ഇവിടെ എത്താനായിട്ട്. അത് മാത്രമല്ല ഈ മാർക്കറ്റ് പ്ലേസസിലൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട ഒരു റാങ്കിങ്ങിൽ എത്തി നിൽക്കുകയായിരിക്കും, അത് ഫുൾ പോകും, ഒറ്റയടിക്ക് പോകും. അപ്പൊ നമുക്ക് വീണ്ടും ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ആവരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മാനുഫാക്ചറിനെ കണ്ടുപിടിക്കാൻ പറ്റുമോന്നായിരുന്നു നമ്മുടെ നെക്സ്റ്റ് എയിം. അതായിരുന്നു. നമ്മൾ കുറേ തപ്പി ഒരുപാട് ട്രാവൽ ചെയ്തു, എങ്ങും കിട്ടിയില്ല ഒരു മാനുഫാക്ചറിനെ. കാരണം ഈ സെയിം ഷേപ്പിൽ നമുക്ക് കിട്ടണം. നമുക്ക് ഭയങ്കര അഡമൻ്റ് ആയിരുന്നു, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കാരണം ഈ ഷേപ്പ് സെയിം ആയിരിക്കണം, നമ്മുടെ ക്വാളിറ്റി മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ആയിരിക്കണം, നമ്മൾ പറയുന്ന ഷോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫേം അല്ലെങ്കിൽ എത്ര സോഫ്റ്റ് ആയിരിക്കണം കപ്പ് എന്നുള്ളതാണ്. ആസ് ഡോക്ടേഴ്സ് നമ്മൾ അതിൽ അഡമൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് ഹാർഡ് ആവാൻ പാടില്ല, ബിക്കോസ് അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല. ഈ കറക്റ്റ് ഷോർ വാല്യൂവിൽ നമുക്ക് ഈ കപ്പിനെ കിട്ടണം. അങ്ങനെ ഡിസൈൻ നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല. ദെൻ വി സ്റ്റാർട്ട്, കുഴപ്പമില്ല, കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല, നമുക്കൊരു മോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങനെ നമ്മളൊരു മോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, കറക്റ്റ് ഒരു മാനുഫാക്ചറിനെ കിട്ടി, നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ മോൾഡ് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ പുള്ളിക്ക് അത് മോൾഡിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്നാൽ നമ്മളും നമുക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. മോൾഡ് ഉണ്ടാക്കാൻ നമുക്കറിയില്ല, മോൾഡ് ഉണ്ടാക്കാനും മാനുഫാക്ചറിന്റെ ഹെൽപ്പ് നമ്മൾ എടുത്തു. ആൻഡ് നമ്മൾ മോൾഡ് ഡെവലപ്പ് ചെയ്തു. പിന്നെ ലൈക്ക് അങ്ങനെ കപ്സ് നമ്മൾ സ്വന്തമായിട്ട് ഈ ഡിസൈനുള്ള കപ്പ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. മോൾഡ് നമ്മുടെ അടുത്തേ ഉള്ളൂ, കപ്പ് നമ്മുടെ അടുത്തേ ഉള്ളൂ, ഈ മാനുഫാക്ചറും നമ്മുടെ അടുത്തേ ഉള്ളൂ. അത് അടിപൊളി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇപ്പൊ ഈ കപ്പ് ഉണ്ടാക്കി മോൾഡ് ഉണ്ടാക്കി ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് സെൻസി കെയറിൽ ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ട്. എങ്ങനെയാണ് ഒരു സെക്കൻഡ് പ്രൊഡക്റ്റിലേക്ക് മാറുന്നത്? എനിക്ക് കപ്സിൽ ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. കാരണം എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് പ്രോഡക്റ്റ്സ് ആയിരുന്നു കപ്പ്. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കസ്റ്റമർ റിവ്യൂസ് വരുമല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് കപ്പ് ഒരു 3 to 4 hours യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആസ് എ ഡോക്ടർ എനിക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ചോദിച്ചപ്പോൾ ഹെവി ഫ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹെവി ഫ്ലോ ഉണ്ട്. ക്ലോട്ട്സ് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ക്ലോട്ട്സ് പാസ് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് ക്ലോട്ട്സ് ആണ് പാസ് ചെയ്യുന്നത്. ഈ ക്ലോട്ട്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കപ്പിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് കപ്പാസിറ്റി കുറയ്ക്കും കപ്പിൻ്റെ. ആ അത്രയും സ്പേസ് ആ ക്ലോട്ട്സ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ ബ്ലഡിന് ഇരിക്കാൻ സ്പേസ് ഉള്ളൂ. അപ്പോൾ അതൊരു 3 to 4 hours ആയിട്ട് കുറയും. അപ്പോൾ പുള്ളിക്കാരി തന്നെ എന്നോട് ചോദിച്ചു വേറെ സസ്റ്റൈനബിൾ പ്രൊഡക്ട്സോ വേറെ പീരിയഡ് പ്രൊഡക്ട്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കപ്പുണ്ട്, സ്റ്റെറിലൈസർ, കപ്പ് വാഷ്, വേറെ ഒന്നുമില്ല. മെൻസ്ട്രുവൽ കപ്പിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് കപ്പ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ വേറൊരാൾക്ക് അത് അങ്ങനെ ആവണം എന്നില്ല. വേറെ ആൾക്ക് ചിലപ്പോൾ വേറൊരു പീരിയഡ് പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വിമണിനുള്ള എല്ലാ ടൈപ്പ് പീരിയഡ് പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സയൻറ്റിഫിക്കലി സൗണ്ട് ആയിരിക്കണം, ഗിമിക്ക് ആയിരിക്കും, സയൻറ്റിഫിക്കലി സൗണ്ട് ആയിട്ട് ഡോക്ടേഴ്സിന് എന്തെങ്കിലും ടൈപ്പ് ഇന്നോവേഷൻ വരുത്താൻ രീതിയിലുള്ള പീരിയഡ് പ്രോഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു സൊല്യൂഷൻ ആവുക. അടുത്ത ക്ലോത്ത് പാഡ്സ് വന്നു, പീരിയഡ് പാൻറ്റീസ് വന്നു, പാഡ്സ് വന്നു. ഇതൊക്കെ അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പീരിയഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഓരോരോ പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പേഴ്സണൽ ഹൈജീൻ, ഒരു വുമൻസിന്റെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലെ എല്ലാത്തരം പ്രൊഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. ഒരുവിധം എല്ലാത്തരം പ്രൊഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. സെൻസി കെയർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പം നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് സ്പേസ് മേടിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് സെൻസി കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് എന്താണ് മാറ്റി നിർത്തുന്നുള്ളത്? ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും ആസ് ഡോക്ടേഴ്സ്. ഇപ്പം ഞാൻ കപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം കപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് ഇന്ത്യയിൽ വേറെ ആർക്കും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ തന്നെ ബ്രാൻഡിൻ്റെ എൻഗ്രേവിംഗ് ഉള്ളിലുണ്ടാവും. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഷർട്ട് നിങ്ങൾക്ക് നമ്മുടെ കപ്പിൽ കിട്ടും. ഇതേപോലെ തന്നെ പീരിയഡ് പാൻറ്റിയിലും ക്ലോത്ത് പാഡിലും മൈക്രോ ഫൈബർ ലെയേഴ്സ് ഉണ്ടാവും. അത് എങ്ങനെ വരണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗ്രൂമിങ് ഉണ്ട്, ഫേസ് റൈസർ ഉണ്ട്. നമ്മൾ സാധാരണ ഫേസ് ഷേവ് ചെയ്യുമ്പം അത് ആ ബ്ലേഡ് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും മുറിയാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. നമ്മൾ സിഗ്സാഗ് ബ്ലേഡ്സ് കൊണ്ടുപോകും. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ മുറിവ് വരാനുള്ള ചാൻസ് വളരെ കുറയും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിലും ആസ് ഡോക്ടേഴ്സ് നമുക്ക് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ
ഇന്ത്യസ് ഫസ്റ്റ് ഡോക്ടർ ലെഡ് പീരിയഡ് കെയർ ബ്രാൻഡാണ്. ഓക്കെ. അങ്ങനെ കുറച്ച് ഇൻഡസ്ട്രികളുണ്ട്. എത്ര വയസ്സുണ്ട് ഇപ്പോ? എനിക്ക് 29 വയസ്സ്. എനിക്കൊന്ന് കഴിഞ്ഞ 29 മിനിറ്റില് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സെന്റൻസിലും ആഡ് ചെയ്യുന്നൊരു വാക്കുണ്ട്, അസ് ഡോക്ടേഴ്സ്. ഒരുപാട് കഷ്ടപ്പെട്ട് MBBS പഠിച്ചേ അല്ലെ? അവിടെ നിന്ന് എനിക്കൊന്ന് പേരൻസും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പഠിപ്പിച്ചത്. അവിടെ നിന്ന് അതിന് പ്രാക്ടീസ് ചെയ്യാതെ ഹൈ സ്റ്റഡീസിന് പോകാതെ ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറിയപ്പോ അത്രത്തോളം ഫാമിലി സപ്പോർട്ട് ചെയ്തു? ഫാമിലി സപ്പോർട്ട് എനിക്ക് അത്ര ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മൈ മോം ആൻഡ് മൈ ഗ്രാൻഡ് മാ സ്ട്രഗിൾഡ് എ ലോട്ട്. എൻ്റെ ലൈക്ക് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത്. സോ ഫാമിലി സ്ട്രഗിൾ എ ലോട്ട്. അപ്പം വീട്ടിൽ നിന്ന് എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാം എഴുതണം എന്നുണ്ടായിരുന്നു. ഞാൻ എഴുതി, എനിക്കത് ക്രാക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നിൽ 2 പാത്ത് ഉണ്ടായിരുന്നു, ഏതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ കമ്പനീനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാന്നുള്ളത്. അപ്പം ആസ് എ പേഴ്സൺ നമുക്കൊരു ക്ലാരിറ്റി വരുമല്ലോ, 2 പാത്ത് കറക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരാം. അങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടി, എനിക്കൊരു ഓൺട്രപ്രണർ ആയാൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റും. എന്തായിരുന്നു ആ സമയത്ത്? കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അത്രയും കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. MBBS കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാം കഴിഞ്ഞു, എന്നിട്ട് ഇത് രണ്ടിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ എന്നോട് പറഞ്ഞു ഓൺട്രപ്രണർ ആണ്. എന്തായിരുന്നു ആ ഒരു കമ്പനിയുടെ കൂടെ പോകണം അല്ലെങ്കിൽ സെൻസി കെയറിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നാനുള്ള ഒരു ഫയർ എന്തായിരുന്നു? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അവർ ബേബി. അതും നല്ല പൊട്ടൻഷ്യലോട് കൂടി നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു ബേബി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടൈമും നമ്മുടെ ഫുൾ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. നമുക്കൊരു പാർട്ട് ടൈം ജോബ് ആവില്ല, നമുക്ക് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനി അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ എത്തിക്കാം എന്നായിരിക്കും നമ്മൾ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല, ഇത് തന്നെ എനിക്ക് അടുത്ത ഐഡിയ എന്താണ് എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ഡു ബെറ്റർ ഇൻ ദിസ് ബ്രാൻഡ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതേപോലെ തന്നെ എനിക്ക് ഇനിയും ഓപ്ഷൻസ് വരും, എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മാർക്കറ്റ് ഗ്യാപ്പ് ചിലപ്പോൾ ഇപ്പം ഉണ്ടാവണം എന്നില്ല, ലൈക്ക് ഇപ്പോഴാണ് ഉള്ളത്, ഭാവിയിൽ ഇത് ഉണ്ടാവണം എന്നില്ല. ഭാവിയിൽ ചിലപ്പോൾ എനിക്ക് ഈ ബ്രാൻഡിന് ഈ ലെവലിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പം ഉള്ള സമയം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഐ എം ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് വിമൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് കാണുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇസ് ഓൾസോ ലൈക്ക് പുഷിങ് മീ ടുവേർഡ്സ് ഓൺട്രപ്രണർഷിപ്പ്. അടിപൊളി. അത് ഒരു ഓൺട്രപ്രണർ, ഒരു ലേഡി ഓൺട്രപ്രണർ ആണ്, ഒരു ഡോക്ടറാണ്. ഇപ്പൊ കുറെ കൂടി റെസ്പോൺസിബിലിറ്റീസ് കൂടും എപ്പോഴെങ്കിലും. കാരണം ഓൺട്രപ്രണർഷിപ്പ് ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്തു, റിസർച്ച് നടത്തി, ഇതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തി. പക്ഷെ ഇത് ഭയങ്കര വലിയ പ്രൊസീജിയറാണ്, മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല, ബിക്കോസ് ദ കമ്പനി ഈസ് ഡൂയിങ് വെൽ. ഭാവിയിൽ റിഗ്രറ്റ് തോന്നുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പാത്തുണ്ട്, ഭാവിയിൽ റിഗ്രറ്റ് തോന്നില്ല, ബിക്കോസ് ഐ എം കോൺഫിഡൻറ്റ് ഐ ക്യാൻ ചൂസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലേറ്റർ ഓൾസോ. പക്ഷേ ഐ എം കോൺഫിഡൻറ്റ് ദിസ് ബ്രാൻഡ് വിൽ റീച്ച് ലൈക്ക് മോർ ഹൈറ്റ്സ് എന്ന് എനിക്ക് ഉറപ്പാണ്. ഐ എം കോൺഫിഡൻറ്റ് ഇൻ ദ ബ്രാൻഡ് റൈറ്റ് നൗ. എന്താ സെൻസി കെയറിന്റെ ഫ്യൂച്ചറായിട്ട് കാണുന്നത് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 50 crore ചെയ്യുന്ന ഒരു കമ്പനി ആവണം എന്നാണ്. അത്രയും ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഞാൻ തിരിച്ച് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ തുടക്ക കാലഘട്ടത്തില് കസ്തൂരിയെ പോലെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. ഇത് ശരിക്കും ശരിയാകും. കാരണം എനിക്കറിയാം, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇതിലോട്ട് സ്വിച്ച് ചെയ്തത്. കാരണം എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറായിട്ട് പോലും എനിക്ക് ഈ പ്രോഡക്റ്റിന് ഒട്ടും ട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ വൺസ് ഐ സ്വിച്ച് ടു എ മെൻസ്ട്രൽ കപ്പ്, പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ച് പാഡിലോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് ലോങ് വെയർ ടൈമാണ്. ഇപ്പോൾ ഒരു ലാർജ് കപ്പാണെങ്കിൽ 30 ml കപ്പാസിറ്റി, മീഡിയം കപ്പാണെങ്കിൽ 28 ml കപ്പാസിറ്റി. നമുക്കൊരു 6 to 8 hours വെയർ ടൈം ഈ കപ്പ് തരുന്നുണ്ട്. പിന്നെ ഈ പാഡ് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഡ് ബ്ലഡിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ കപ്പ് ബ്ലഡിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലഡിനെ അബ്സോർബ് ചെയ്യുമ്പം അവിടെ നനവുണ്ടാവും. നമ്മൾ ഒരു 4 hours 6 hours ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നനവ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമുക്കത് ഓൺ ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അത് മാത്രമല്ല, ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പാഡിൽ 4 പ്ലാസ്റ്റിക് ബാഗിൻ്റെ അത്രയും പ്ലാസ്റ്റിക് ഉണ്ട് ഒരു പാഡിൽ. പക്ഷെ ഒരു കപ്പ് നമുക്ക് ഏകദേശം എത്രയാണ് 5 to 10 years യൂസ് ചെയ്യാൻ പറ്റും. ഒരു കപ്പ്.
കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിവേസ് ഒരു 5 to 10 years യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ കസ്തൂരി, ഇപ്പം എല്ലാവർക്കും ഉള്ള കോമൺ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള കുറെ മിത്തുകളുണ്ട്, മിഥ്യാധാരണകളെന്നതിനേക്കാൾ ഉപരി മിത്തുകളുണ്ട്. ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ വിവാഹം കഴിയുന്നതിന് മുന്നേ ഇത് ഉപയോഗിക്കാമോ എന്നുള്ള എങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാം, ഇത് ആരോട് ചോദിക്കാനും പലപ്പോഴും നമുക്ക് പറ്റാറില്ല. ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലെ ഒരു ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അല്ലാന്ന് തോന്നുന്നു, ഞാൻ പണ്ട് നോക്കിയപ്പോൾ 0.3% ആൾക്കാരെ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നു. 0.3 എന്ന് വെച്ചാൽ 1% പോലും ഇല്ല. വളരെ സ്വാഭാവികം. ഇത് മെയിൻ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ കുറേ സ്റ്റിഗ്മ ഉണ്ട്, പിന്നെ കുറേ ലാക്ക് ഓഫ് അവയർനെസ്, പിന്നെ പേടി. ഈ ലാക്ക് ഓഫ് അവയർനെസ് കാരണമാണ് പേടി ഉണ്ടാവുന്നത്. നമ്മൾ മാക്സിമം അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആസ് എ കമ്പനി ആൻഡ് ആസ് എ ഫൗണ്ടർ, ആസ് എ ഡോക്ടർ. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി മാക്സിമം റീൽസ് ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 50+ അവയർനെസ് സെഷൻസ് ക്യാമ്പസിൽ ആശാ വർക്കേഴ്സുമായിട്ട് കപ്സ് ഓൺ ക്യാമ്പസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ അവയർനെസ് സെഷൻസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു അവയർനെസ് സെഷൻ കൊടുത്തു എന്ന് വെച്ചോ, അവർക്ക് ഇത് മനസ്സിലാവും. അവർ പക്ഷെ അപ്പം തന്നെ ഇത് വാങ്ങണം എന്നില്ല, ട്രൈ ചെയ്ത് നോക്കണം എന്നില്ല. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമ്പോൾ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുമ്പോഴും കൂടെ ആരെങ്കിലും സപ്പോർട്ടിന് പറഞ്ഞു തരാനുണ്ടെങ്കിൽ എന്നുള്ളൊരു ഫാക്ടർ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോഴാണ് നമുക്കൊരു ധൈര്യം ചിലർക്ക് കിട്ടുക. അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ അവയർനെസ് സെഷനും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായാലും വെബ്സൈറ്റിലായാലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരായാലും ഇപ്പം നമ്മുടെ ബ്രാൻഡ് കപ്പല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. 9 to 5 ടൈമിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഒരു ടീമിനെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. എൻ്റെ ടീമിനെയും ഞാൻ ട്രെയിൻ ചെയ്ത് വെക്കും. ആരെങ്കിലും ഡൗട്ട് ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ദം ഞാൻ പറയാറുണ്ട്. കാരണം ഈ ലാക്ക് ഓഫ് അവയർനെസ് ഒരു ബിഗ് ഫാക്ടറാണ്. ഇത് അവെയർ ആയിട്ടുള്ള ആൾക്കാർ അവെയർ അല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിനെക്കുറിച്ച് അറിയാം, എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. അത് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സാണ്, ഏത് പീരിയഡ് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത്. പക്ഷെ പേടി കാരണം ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു ഭീരുത്വമാണ്. ഞാൻ പറയും, പേടി കാരണം ആരും ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല, 2-3 പ്രാവശ്യം ഉപയോഗിക്കണം. മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് ഫുൾ സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെ 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെക്നിക്ക് പഠിയിട്ട് കഴിഞ്ഞാൽ പിന്നെ യു വിൽ നെവർ ഗോ ബാക്ക് ടു പാഡ്സ്. അപ്പം 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, മേ ബി മെൻസ്ട്രൽ കപ്സ് ആർ നോട്ട് ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഫൈൻ, മേ ബി ഇറ്റ്സ് നോട്ട് ഫോർ യു. ബട്ട് ട്രൈ ചെയ്യാനുള്ള ധൈര്യം വരിക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ധൈര്യം കൊടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. എനിക്ക് ഇച്ചിരി ധൈര്യം കുറവായിരുന്നു. കസ്തൂരിയുടെ കയ്യിൽ മെൻസ്ട്രൽ കപ്പ് ഇതൊന്നും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓബ്വിയസ്ലി കാണിക്കാം. എങ്ങനെയാണ് ഇതിന്റെ? ഞാനൊരു 5 minutes എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ബേസിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ദിസ് ഇസ് എ മെൻസ്ട്രൽ കപ്പ്. ഇതിന്റെ റിമ്മാണ്, ട്രിം എന്ന് പറയും. ഇവിടെ ഗ്രിപ്പ് റിങ്സ് ഉണ്ട്. ഇത് ഇതിൻ്റെ ബോഡിയാണ്, ഇത് ഇതിൻ്റെ ടെയിലാണ്. നമ്മുടെ ടെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു നോബ് ഉണ്ട്. ഈ നോബ് റിമൂവലിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേറ്റ് ചെയ്യാനും സ്ലിപ്പ് ചെയ്ത് കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇപ്പം എപ്പോഴും നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ, മെൻസ്ട്രൽ കപ്പ് കാരണം ഇൻഫെക്ഷൻ വരില്ല, പക്ഷെ നമ്മുടെ കൈകൾ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിലും മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കൈകൾ ക്ലീൻ ചെയ്യുക, മെൻസ്ട്രൽ കപ്പ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ പൊസിഷൻ, മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇച്ചിരി റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഒരു കാല് വയ്ക്കുക, ഒരു കാല് താഴെ വയ്ക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്യേണ്ട 2 ഫോൾഡ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ ഹാഫ് വെച്ചിട്ട് സി ഫോൾഡ് അല്ലെങ്കിൽ യു ഫോൾഡ് എന്ന് പറയും. സി ഓർ യു ഫോൾഡ്, അല്ലെങ്കിൽ പഞ്ച് ഡൗൺ, താഴോട്ട് ഇങ്ങനെ പഞ്ച് ഡൗൺ, താഴോട്ട് പഞ്ച് ചെയ്താൽ മതി. പഞ്ച് ഡൗൺ ടെക്നിക്ക് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് പഞ്ച് ഡൗൺ ആയിരിക്കും. കാരണം ഇവിടെ കുറവല്ലേ ഓപ്പൺ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു പഞ്ച് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആയിട്ട് ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത്, മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെയിൻ വരുന്ന കാരണം ഒന്ന് ഡ്രൈ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. 2 നിങ്ങൾ കറക്റ്റ് ഫോൾഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ് വെച്ച് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ വെള്ളം കുറച്ചൊന്ന് റിമ്മിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ നേരെ 90 ഡിഗ്രിയിലല്ല ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മുടെ വെജൈന ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത്, അപ്വേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് ഇങ്ങനെ ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിക്കോളും. ഇപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഓപ്പൺ ആവാത്ത കാരണങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ കപ്പ് ഭയങ്കര സോഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവില്ല. സെക്കൻഡ് തിങ് ഇസ് ചിലപ്പോൾ ബെൻഡായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ട്, ഫോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഗ്രിപ്പ് റിങ്സിൽ പിടിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഫോൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിക്കോളും. ഇനി ഇത് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൈകൾ വീണ്ടും വാഷ് ചെയ്യുക. ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇതിൻ്റെ ടിപ്പ് ഫീൽ ചെയ്യും, ടച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനിങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രിപ്പ് റിങ്സ് ഉണ്ട്. ഈ ഒരിക്കലും നമ്മൾ ഈ സാധനത്തിൽ പിടിച്ച് താഴോട്ട് ഇങ്ങനെ ആക്കരുത്. കാരണം ഈ കപ്പ് അവിടെ ഇരിക്കുന്നത് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം ഫോഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ വജൈന ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പ് വെജൈനയിൽ ഇരിക്കുന്നത് ഈ കോണ്ടാക്ട് ഉണ്ടാവും, അതാണ് ആ ഒരു വാക്യൂം സക്ഷൻ. പിന്നെ എയർ ഹോൾസും ഉണ്ടാവും, അതാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക, മുകളിലോട്ട് പോവുക, ഗ്രിപ്പ് റിങ്സിൽ പിടിച്ചിട്ട് ഈ വെജൈനായിട്ടുള്ള കോണ്ടാക്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സക്ഷൻ റിമൂവ് ആവും. എന്നിട്ട് പയ്യെ വിഗിൾ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരാം. ഇത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ സക്ഷൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് റിമൂവലിൽ പെയിൻ വരുന്നത്. അപ്പം ഗ്രിപ്പ് റിങ്സിൽ ഒന്ന് പിടിച്ചിട്ട് റിമൂവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നൊരു കാര്യമായിരിക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗർഭപാത്രം ഇറങ്ങി വരിക, യൂട്രസ് ഇറങ്ങി വരും എന്ന് പറയുന്നൊരു ധാരണയുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ അതോ അത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളോ? അത് പറഞ്ഞു പോകുന്നതാണ്, ശരിക്കും അങ്ങനെ ഇല്ല. കാരണം മെൻസ്ട്രൽ കപ്പ് ഇത്രയും ചെറിയൊരു ഡിവൈസാണ്. ഇത് എന്താണ്, ഇതിന് അത്രയും സക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല ഈ ഗർഭപാത്രത്തിനെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ മസിൽസ് വീക്ക് ആകുമ്പോഴാണ് ഈ സംഭവം താഴോട്ട് ഇറങ്ങി വരുന്നത്. മസിൽസ് വീക്ക് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഡെലിവറീൻ്റെ സമയത്ത് നമ്മുടെ മസിൽസ് ആ കറക്റ്റ് നമ്മൾ പെൽവിക് എക്സസൈസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം വീക്ക് ആവാൻ പറ്റും. പിന്നെ ക്രോണിക് കോഫ്, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ കുറേ കോസസ് ഉണ്ട് ഇത് താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ കപ്പ് കാരണം ഈ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരില്ല. ചിലപ്പം ഇത് താഴോട്ട് ഇറങ്ങി വന്ന ആൾക്കാരടുത്ത് കപ്പ് യൂസ് ചെയ്യരുതെന്ന് പറയും. എന്തുകൊണ്ട്? കാരണം കപ്പ് ഓൾറെഡി താഴോട്ട് ഗർഭപാത്രം ഓൾറെഡി താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കപ്പിന് ഇരിക്കാൻ അവിടെ സ്പേസ് ഉണ്ടോ? അവിടെ സ്പേസ് ഇല്ല. അപ്പോൾ പറയും നിങ്ങൾ കപ്പ് യൂസ് ചെയ്യാത്തായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ഓൾറെഡി പ്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സക്ഷൻ്റെ ഫോഴ്സും കൂടെ വരുമ്പോഴത്തേക്കും താഴോട്ട് ഇറങ്ങി വരാനുള്ള യൂസ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ റിമൂവൽ ടെക്നീക്കും കൂടെ നിങ്ങൾ നോക്കണം. കാരണം ഈ ക്രോണിക് കോഫും കോൺസ്റ്റിപ്പേഷനും ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രഷർ ഇടുകയാണ്. അത് ഈ കോൺസ്റ്റിപ്പേഷൻ പോയത് തന്നെ നിങ്ങൾ പ്രഷർ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് റിമൂവൽ കറക്റ്റായിട്ട് ചെയ്യണം. കപ്പ് കാരണം, കപ്പിൻ്റെ സക്ഷൻ കാരണമൊന്നും എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ് വരാനുള്ള ചാൻസേ ഇല്ല. അടുത്ത ഇതുപോലെ തന്നെ എല്ലാവരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈജീൻ. അതായത് നമ്മൾ ഈ കപ്പ് എങ്ങനെ ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ 5 വർഷം യൂസ് ചെയ്യുന്നതാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ തന്നെ 12 തവണ നമ്മളിത് യൂസ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ നമുക്ക് ഇത്ര സ്റ്റെറിലൈസ് ചെയ്ത് കൊണ്ടുപോയി നടക്കാൻ പറ്റും? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട വെറും 2 അവസരങ്ങളിലാണ്. ഒന്ന് പീരിയഡ്സ് ആയി നമ്മൾ ആദ്യമായിട്ട് കപ്പ് യൂസ് ചെയ്യാൻ പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീരിയഡ്സ് ആയി കപ്പിന് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോവാണ്, അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് മാറ്റി വെക്കാൻ പോവാണ്, അപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ റിമൂവ് ചെയ്ത് റീഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ വെറും വെള്ളം വെച്ച് കഴുകുക. വെറും വെള്ളം മതി, ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം സോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസാണ്. നമ്മുടെ വെജൈനയുടെ എൻവയോൺമെന്റ് അസിഡിക് ആണ്. ഈ അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാക്ടോബാസില്ലസ്, നമ്മൾ ഈ കേർഡിലൊക്കെ ഉള്ള തൈരിലൊക്കെ ഉള്ള ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസില്ലസ്. ഇത് ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെജൈന അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ അസിഡിക് എൻവയോൺമെന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് നിന്ന് നമുക്കൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പം നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പം ആ pH ബാലൻസ് അവിടെ ഡിസ്ട്രപ്റ്റഡ് ആവും, ആസിഡിക് pH ബാലൻസ്. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടും. ഒന്നുകിൽ നിങ്ങൾ സിമ്പിൾ വെള്ളം വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ pH ബാലൻസ്ഡ് ആയിട്ടുള്ള കപ്പ് വാഷസ് കിട്ടും. കപ്പ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യുക. അങ്ങനെയാണ് കപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്യില്ല. സ്റ്റോർ ചെയ്യുന്നത് ബാത്റൂമിൻ്റെ സൈഡിലൊന്നും സ്റ്റോർ ചെയ്യാൻ പോകരുത്. അങ്ങനെയാണെങ്കിൽ കപ്പ് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇതേപോലത്തെ ബ്രീത്തബിൾ പൗച്ചസ് കിട്ടും, കോട്ടൺ പൗച്ചസ്. നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിനുള്ളിൽ വെക്കേണ്ട ആവശ്യവുമില്ല. ബ്രീത്തബിൾ കോട്ടൺ പൗച്ചസ് വെച്ചിട്ട് കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെക്കാം. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ചായപാത്രം ഒന്നും എടുത്ത് മാക്സിമം സ്റ്റെറിലൈസ് ചെയ്യാണ്ടിരിക്കുക. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു പോട്ട് എടുത്തിട്ട് വെള്ളം ബോയിൽ ചെയ്ത് അതിലൊരു 3 to 5 minutes ഇട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസേഴ്സ് വാങ്ങാൻ കിട്ടും, അതിൽ ബോയിൽ ചെയ്ത വെള്ളം
ഒഴിച്ചിട്ട് കപ്പ് അതിനുള്ളിലിട്ട് ഒരു 3 to 5 minutes വെയിറ്റ് ചെയ്യുക. അത് ഹൈജീനിക് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി സെൻസി കെയർ എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയറിൽ ഇത്ര ടേൺ ഓവർ ചെയ്തത്. കാരണം ഞാൻ ഇത്ര നേരം ഒരു ഡോക്ടർ, ഒരു ഓൺടർപ്രണറുടെ അടുത്തിരുന്നല്ല സംസാരിച്ചത്, ഒരു ഡോക്ടറുടെ അടുത്തിരുന്ന് അവയർനെസ് കിട്ടുന്ന പോലെയാണ് ഞാൻ സംസാരിച്ചത്. അത് എനിക്ക് വളരെ ലൈക്ക് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് കസ്തൂരിക്കത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ കസ്തൂരി, ഇപ്പം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കാത്ത കുട്ടികൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യരുത്, അവരുടെ ഹൈമൻ ബ്രേക്ക് ആകുമെന്ന് പറഞ്ഞിട്ട്. അതും ഒരു മിത്താണോ, അതോ അതിൻ്റെ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം എന്താണ്? ലിറ്ററലി ഹൈമൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈലി പേട്രിയാർക്കൽ കോൺസെപ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഹൈമൻ നമുക്ക് വിമന് നമ്മുടെ ക്ലോസ്ഡ് ഡോഴ്സിനുള്ളിൽ വെക്കാനുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. മെഡിക്കലി ഹൈമന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഇപ്പം ഹൈമൻ വെർജിനിറ്റിയെ പറയുന്നു എന്ന് കുറച്ച് പേര് പറയാറുണ്ട്. അതിനൊരു സിഗ്നിഫിക്കൻസും ഇല്ല. കാരണം കുറച്ച് പേര് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഹൈമൻ ഇല്ല. പിന്നെ സൈക്ലിംഗ്, ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹൈമൻ ഓട്ടോമാറ്റിക്കലി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഹൈമൻ സ്ട്രെച്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഇൻറ്റിമേറ്റ് ആയതിനു ശേഷം ഹൈമൻ ബ്രേക്ക് ആയില്ല എന്നും വരാം. ഹൈമന് മെഡിക്കലി നമുക്ക് സത്യം പറഞ്ഞ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. സൊസൈറ്റി നമ്മുടെ തലയിൽ വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഹൈമൻ. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈമൻ സ്ട്രെച്ച് ആവാനോ ബ്രേക്ക് ആവാനോ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഹൈമന് സത്യം പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഹൈമന് നിങ്ങൾ ഒരിക്കലും ആസ് എ വുമൺ സിഗ്നിഫിക്കൻസ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കൊള്ളാം. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു ടോക്ക് ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ആ സ്റ്റോറിനേക്കാൾ ഉപരി ഈ ഒരു ടോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണ് തുറപ്പിക്കുന്നതാവട്ടെ, കസ്തൂരിയുടെ ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് പോലെ ഇൻക്ലൂഡിങ് മീ, എനിക്കും അങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മുന്നോട്ട് സെൻസി കെയർ ഒരുപാട് വളരട്ടെ. ഒരു വുമൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു വൺ ആൻഡ് സൊല്യൂഷനിലേക്ക് സെൻസി കെയർ എത്രയും പെട്ടെന്ന് തന്നെ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടേൺ ഓവറിലേക്ക് കമ്പനി എത്രയും പെട്ടെന്ന് വളരട്ടെ എന്നും അതിന് മുന്നോട്ടുള്ള യാത്രകൾ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു കസ്തൂരി.